ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2024 എന്ന വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഇനി റിലീസാവാൻ ബാക്കിയുള്ളത് അല്ലു അർജുൻ്റെ പുഷ്പ 2 മാത്രമായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ പുഷ്പ 2 തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കാൻ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന പാൻ ഇന്ത്യൻ മാസ് മസാല സിനിമയാണ് പുഷ്പ 2. ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കേരളത്തിലും വലിയൊരു കൂട്ടം പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ 4 മണിക്കാണ് ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത്. ചിത്രം ഫസ്റ്റ് ഡേ കാണാൻ പ്ലാൻ ചെയ്യുന്നവരും ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നവരുമൊക്കെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തേക്ക്. 2 മില്യൺ അടുത്ത് ഇൻട്രസ്റ്റ് ആണ് സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിൽ ഇതിനോടകം കിട്ടിയിട്ടുള്ളത്. 400 കോടിക്കും 500 കോടിക്കും ഇടയിലാണ് പുഷ്പ 2വിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോൾ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഫസ്റ്റ് ഡേ ബുക്കിങ്ങിലൂടെ മാത്രം 144 കോടി രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്ന് 3 കോടി 50 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 4 കോടി 20 ലക്ഷം രൂപയും ഫസ്റ്റ് ഡേ ബുക്കിങ്ങിലൂടെ തന്നെ മാത്രം ചിത്രം നേടിയിട്ടുണ്ട്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസാണ് വരുന്നതെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് 250 കോടി വരെ സ്വന്തമാക്കി ഏറ്റവും വലിയ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയായിട്ട് പുഷ്പ 2 മാറും. 235 കോടി നേടിയ RRR ആണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത്. അതുപോലെ 2024 പ്രഭാസിൻ്റെ കലക്കിയിട്ട റെക്കോർഡുകളെല്ലാം തന്നെ പുഷ്പ 2 തൂക്കും. കേരളത്തിൽ മമ്മൂക്കയുടെ 2024 ടോപ്പ് ഫസ്റ്റ് ഡേ കളക്ഷനായ 6 കോടി 15 ലക്ഷം നേടിയ ടർബോയെ പുഷ്പ 2 തകർക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. റീസെൻ്റ്ലി ഹൈപ്പിൽ വന്ന സിനിമകളൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയപ്പോൾ പുഷ്പ 2 ആ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ. അല്ലു അർജുൻ ഫാൻസിനും സിനിമാ പ്രേമികൾക്കും എല്ലാം തന്നെ നല്ലൊരു അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ഗംഭീര സിനിമ തന്നെയാവട്ടെ പുഷ്പ ദ റൂൾ. അപ്പോൾ സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും റിവ്യൂസും ഒക്കെ അറിയാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.